ഞാൻ പറഞ്ഞു വാല് അതിന് ശേഷമല്ല, അതിന് മുമ്പിലാണ്. സഖാവ് എന്നാണ് ആ വാല്. താങ്കളുടെ പ്രയോഗത്തെ ഞാൻ നിഷ്കരുണം നിഷേധിക്കുന്നു. ആ പദപ്രയോഗം എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ടോ ആണോ? ഞാൻ താങ്കളുടെ പ്രയോഗത്തെ ഞാൻ നിഷ്കരുണം നിഷേധിക്കുന്നു. താങ്കളുടെ ആ പദപ്രയോഗം എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇടതുപക്ഷ സഹയാത്രികൻ എന്നെ ഒരാൾ വിശേഷിപ്പിച്ചാൽ അതെൻ്റെ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്നും ഞാൻ കരുതുന്നു. കാരണം ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനല്ല. ഞാൻ അറിവ് വച്ച 4 വയസ്സ് മുതൽ അച്ഛൻ വീട്ടിൽ കൊണ്ടുവരാറുള്ള പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഇംഗ്ലീഷ് മാസിക വായിക്കാനറിയാത്ത കാലത്ത് മണം പിടിച്ച് കടലാസിലെ ചിത്രങ്ങൾ കണ്ട കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ആത്യന്തികമായി ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രഭാഷകനോ ക്വിസ് മാസ്റ്ററോ സാംസ്കാരിക പ്രവർത്തകനോ മോട്ടിവേഷണൽ സ്പീക്കറോ ഇതൊന്നുമല്ല. ഇതൊക്കെ പിന്നീട്. ആത്യന്തികമായി എന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു 100% അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ സഹയാത്രികനല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ടാണ് എൻ്റെ സമുദായ നാമം എൻ്റെ പേരിന് ശേഷമില്ലാത്തത്. എൻ്റെ അച്ഛൻ്റെ 3 മക്കളുടെയും പേരിന് ശേഷം സമുദായനാമം ചേർത്തിട്ടില്ല. മുൻപിലാണ്. എന്നോട് ചോദിച്ചു ഒരാൾ, എന്താ പേര്? GS പ്രദീപ്. വാല് എന്താണ്? ഞാൻ പറഞ്ഞു വാല് അതിന് ശേഷമല്ല, അതിന് മുമ്പിലാണ്. സഖാവ് എന്നാണ് ആ വാല് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സഹയാത്രികനല്ല. ഞാൻ ഉറച്ചുപോയ അചഞ്ചലമായ ബോധ്യവും ബോധവുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ പ്രചരണ പരിപാടി നടത്തിയതും ഞാൻ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ആശയപരമായിട്ട് നിന്നുപോയൊരാശയമാണ്, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ നിന്നുപോയൊരാശയമെന്നാണ് 90-കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാടെന്ന് പറയുന്നത് ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ളൊരു നാടായിരുന്നു, ഇല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങളെയൊക്കെ തോളേറ്റിയ ഒരു നാടായിരുന്നു. അത്തരം അവസ്ഥകളിലൊക്കെ ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. എപ്പോഴെങ്കിലും ഈ പറയുന്ന ഒരു ബോധ്യത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെ വിമർശനാത്മകമായി സമീപിക്കുമ്പോൾ ഒരു പരിമിതിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം ഒരു ആശയത്തെ പിൻപറ്റേണ്ടതായിരുന്നു? മനുഷ്യത്വത്തിന് എവിടെയെങ്കിലും വിഘാതം വരുന്നുണ്ട് ആശയത്തിന്? കാരണം നമ്മൾ സ്റ്റാലിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് സ്വയം വിമർശനത്തോടു കൂടി കണ്ടിരുന്നത്? ആദ്യം ഖേദത്തോടെ പറയട്ടെ, താങ്കളുടെ സംസാരത്തിൽ ഇതുവരെ ഒരുപാട് പാസ്റ്റ് ടെൻസുകൾ, ഈ ആയിരുന്നു എന്നുള്ള പ്രയോഗം പിൻവലിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം പുരോഗമന പ്രസ്ഥാനങ്ങളോട് താല്പര്യമുള്ള നാടായിരുന്നു കേരളം, ഇടതുപക്ഷ മനസ്സുള്ള നാടായിരുന്നു കേരളം എന്ന് പ്രയോഗിക്കരുത്. അങ്ങനെയല്ല. ഇടതുപക്ഷ മനസ്സുള്ള നാടാണ് കേരളം, പുരോഗമന പ്രസ്ഥാനങ്ങളോട് താല്പര്യമുള്ള നാടാണ് കേരളം. ലോകത്തിൽ ഇങ്ങനെ കമ്മ്യൂണിസത്തിന് ഇന്ന് പ്രസക്തി ഉണ്ടോ?